ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേരിൽ ഇനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അത്യാവശ്യം തണുപ്പുള്ളൊരു ദിവസം കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 0 ഡിഗ്രിയൊക്കെ കാണിക്കുന്നത്. പക്ഷേ വൈകുന്നേരം നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കൊക്കെ ഒരു -1 കാണിക്കുന്നത്. പക്ഷെ നല്ല സൂര്യപ്രകാശമുള്ളൊരു ദിവസം. അതായത് ഇവിടുത്തെ ആ ഒരു തണുപ്പും സൂര്യനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെ തോന്നും. പിന്നെ പോരാത്തതിന് ചെറുതായിട്ട് നിലത്തിങ്ങനെ എപ്പോഴോ പെയ്ത് മഞ്ഞിൻ്റെ ബാക്കി കിടപ്പുള്ളത് കൊണ്ട് നല്ല സ്ലിപ്പറിയാണ് നിലമൊക്കെ. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നി വീഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 1-2 ദിവസമായിട്ട് ന്യൂസൊക്കെ കാണുന്നുണ്ടായിരുന്നിട്ട് ഇങ്ങോട്ടുള്ള വിസ നിയമങ്ങളിൽ അവർ വീണ്ടും ഒന്നൊരു പൊളിച്ചെടുക്കലൊക്കെ നടത്താൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു നമ്മളെല്ലാവരും. അപ്പോൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് അവർ. വേറൊരു കാര്യം കൂടെ കേട്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 5 വർഷത്തേക്ക് UK-ലേക്കുള്ള ഇമിഗ്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വന്നിട്ട് ഒരു റിക്വസ്റ്റും കൂടെ പാർലമെൻറ്റിലേക്ക് ഒരുപക്ഷെ ഒരു 10,000 പേര് സൈനിട്ട് അത് പാർലമെൻറ്റിലേക്ക് പോകുന്നുള്ള രീതിക്കൊരു ന്യൂസും കൂടെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിസ റൂൾസിൽ വന്നേക്കുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ സ്കിൽഡ് കെയർ വർക്കേഴ്സിനെ, നമ്മളൊക്കെ സ്കിൽഡ് കെയർ വർക്കേഴ്സിൽ വരുന്നവരാണ്, നഴ്സസൊക്കെ. അപ്പോൾ സ്കിൽഡ് കെയർ വർക്കേഴ്സിൻ്റെ സാലറി ത്രഷ്-ഹോൾഡ്, ഏർണിങ്ങിൻ്റെ ത്രഷ്-ഹോൾഡ് അവർ ഒന്നും കൂടെ കൂട്ടി. അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ ഇവിടെ ലിവിങ് എക്സ്പെൻസിന് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സേവിങ്സ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ വേണ്ട ഒരു ത്രഷ്-ഹോൾഡ് അവരൊന്നുകൂടെ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ടെന്നാണ് കേട്ടേക്കണത്. ഒരു പരിധിവരെ നമ്മുടെ കാര്യങ്ങളിൽ അഫക്റ്റ് ചെയ്യാറില്ല, പക്ഷെ പുതിയതായിട്ട് കടന്നു വരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ത്രഷ്-ഹോൾഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നമ്മൾ ബോധിപ്പിക്കേണ്ടി വരും. പിന്നെ പുതിയതായിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് വളരെ തണുത്ത രീതിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിടത്തും തന്നെ നടക്കുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഒരിടത്തും നടക്കാനായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒന്നും വരുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ. സ്റ്റുഡൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് ലണ്ടനും ഔട്ട്സൈഡ് ലണ്ടനും സെപ്പറേറ്റ് ആണ് കേട്ടോ. അതായത് ഇൻസൈഡ് ലണ്ടൻ ആണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ 1,400 സംതിങ് പൗണ്ട്, ഔട്ട്സൈഡ് ലണ്ടന് പുറത്താണെങ്കിൽ 1,100 സംതിങ് പൗണ്ട് അവരുടെ കയ്യിൽ ലിവിങ് എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഉണ്ടാവണം എന്നുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇത്ര ഒരു എക്സ്പെൻസ് കയ്യിലുണ്ടെങ്കിൽ പബ്ലിക് ഫണ്ടിലേക്ക് നമ്മൾ പബ്ലിക് ഫണ്ടിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പബ്ലിക് ഫണ്ട് ഡ്രെയിൻ ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് അവരെടുക്കുന്നത്. അപ്പോൾ പുതിയതായിട്ടൊക്കെ സ്റ്റുഡൻസൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം ഇതിനു മുമ്പ് നമ്മുടെ കയ്യിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന ഒരു എമൗണ്ടിനേക്കാളും കൂടുതൽ എമൗണ്ട് ഇനി കാണിക്കേണ്ടി വരും. നമ്മുടെ കയ്യിൽ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ടുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളത് നമ്മൾ പിന്നെ ഇപ്പോൾ വ്യക്തമായിട്ട് കാണിക്കേണ്ടി വരും. അതുപോലെ തന്നെ പോലീസ് ക്ലിയറൻസിൽ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നെന്ന് കേട്ടായിരുന്നു. അതിപ്പം നേരത്തെയും പോലീസ് ക്ലിയറൻസ് നമുക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അത് നല്ലപോലെ സ്ട്രിക്റ്റ് ആക്കുന്നുള്ള രീതിക്കാണ് കേട്ടേക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും വളരെ കറക്റ്റായിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ അറിയാനായിട്ട് ഒന്നെങ്കിൽ gov.uk, അതായത് ഇവരുടെ UK ഗവൺമെൻറ് ഒഫീഷ്യൽ വെബ്സൈറ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ BBC പോലുള്ള ന്യൂസ് ചാനലുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് സെൽഫായിട്ട് റിസർച്ച് ചെയ്ത് നമുക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ രീതിക്കും നമ്മളെ കൊണ്ടൊക്കെ ഇവർക്ക് മതിയായി. പക്ഷെ പണിയെടുക്കണമെങ്കിൽ നമ്മൾ തന്നെ വേണം കേട്ടോ, അതൊരു വേറൊരു സത്യം. അപ്പോൾ എനിവേ മാക്സിമം അവർ ഇങ്ങോട്ടുള്ള ഇമിഗ്രേഷൻ കൺട്രോൾ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് എല്ലാ രീതിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.